ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുമായിട്ട് ഇതിനകത്ത് ഒരു ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാൻ പറയത്തില്ല. ഇനി നിങ്ങളുടെ ഇത് റിലേഷൻ ആണെങ്കിലോ ഇത് നിങ്ങളുടെ ആരാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനും ഞാനിവിടെ പറയത്തില്ല. ഈ വ്യക്തിയെക്കുറിച്ച് മാത്രം, അതായത് നിങ്ങൾ മനസ്സിൽ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടർ, സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. സോ അല്ലാതെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലോ, കാർമിക്കാണെങ്കിലും, നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിലോ, ഇത് ആരാണെങ്കിൽ പോലും ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല നോക്കുന്നത്. സോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസും, ആ വ്യക്തിയുടെ മാനസികാവസ്ഥയും, ആ വ്യക്തി ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ എന്താണ്, ആ വ്യക്തിയുടെ നിലപാട്, കാര്യങ്ങൾ, അങ്ങനത്തുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. അപ്പം പൈലോ മറ്റു കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ നന്നായിട്ട് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് മേ ബി നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിരിക്കും, സോൾമേറ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്തതിൻ്റെ അകത്ത് ഞാനൊന്നും പറയത്തില്ല. സോ ആ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം ആ വ്യക്തി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിരിക്കും. നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻസും ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് റീഡിങ് നമുക്ക് ഇടാം. ഇത് ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ഉള്ള റീഡിംഗ് ആയിരിക്കും. ആ വ്യക്തി, നിങ്ങൾ ആ മനസ്സിൽ ആരാണോ ചിന്തിക്കുന്നത് ആ വ്യക്തി മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ നിങ്ങളുമായിട്ടുള്ളൊരു ഒരു എനർജി പോലും ഞാൻ എടുക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾ ആ വ്യക്തിനെ മനസ്സിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, സോ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. കാർഡ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഞാൻ പണ്ടായിരുന്നു ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തില്ല. ഓരോ കാർഡ്സ് വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരുപാട് കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ വ്യക്തിനെ കുറിച്ച് പറയുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തി ലൈഫിൽ ഇപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ ഈ സമയത്ത് ആ വ്യക്തി നേരിടുന്നുണ്ട്. ഈവൻ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ മാത്രം എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല, എനിക്ക് മാത്രം എന്ത് നല്ലൊരു കുടുംബജീവിതം കിട്ടുന്നില്ല എന്നുള്ളത് ആൾ ഭയങ്കരമായിട്ടും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ലൈഫിൽ ഒരുപാട് ബിസിനസ് ചെയ്ത് കാണും, ലൈഫിൽ ഒരുപാട് കരിയർ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണും. പക്ഷേ ഈ വ്യക്തിക്ക് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റാണ്. ഈ വ്യക്തിയുടെ ജന്മന ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. ഡൗട്ട്ഫുള്ളാണ് ഒന്നാമത്തെ കാര്യം. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ ഏത് രീതിക്ക് എടുക്കണം, ഏത് ഇമോഷൻസ് അവിടെ കൊടുക്കണം എന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ഇല്ലാത്ത ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആർക്കും ഈ വ്യക്തിയെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒന്നിനോടും ഒരു തീരുമാനമോ ഡിസിഷൻസോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഫെമിനിൻ എനർജിയാണ് ആൾ. അതായത്
നമുക്ക് പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ആളെ കണക്കാണ് ഇവിടെ ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ മുന്നേ ഉള്ളൊരു ജേണി വെച്ച് നോക്കുകയാണെങ്കിൽ ആൾ നല്ല രീതിക്ക് സക്സസ്സും കാര്യങ്ങളും ഗ്രോത്തും എല്ലാം ഉണ്ടായി വന്ന് നിന്ന സിറ്റുവേഷനിലായിരിക്കണം. ബട്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം ഒരു ന്യൂ സ്റ്റാർട്ടാണ്. അതായത് ഇനി ഈ വ്യക്തി ഒന്നേന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ ആളുടെ ലൈഫിൽ ഒരു പുതിയ ന്യൂ ബിഗിനിങ്സ് വരേണ്ട സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇനി ന്യൂ ലൈഫായിരിക്കണം, ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കണം, ന്യൂ കരിയറിലായിരിക്കണം. അങ്ങനെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ എനർജി കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഏതൊക്കെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻറ്റ്യൂഷൻസാണ് എനിക്കിവിടെ കിട്ടുന്നത്, അതിനനുസരിച്ച് ഇങ്ങനെ വരും, അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമേ. സോ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആളൊരു ലൂപ്പിലാണ്. ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻ ലൂപ്പിലാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ നല്ല പ്രാക്ക് ആ വ്യക്തിയുടെ തലമണ്ടയ്ക്ക് നല്ല രീതിക്ക് ഉണ്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി മുന്നേ ചെയ്ത എന്തെങ്കിലും കർമ്മബലം ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കണം. ആൾക്കൊരു മനസ്സമാധാനമോ കാര്യങ്ങളൊന്നുമില്ല. ആൾക്കിത് അറിയാൻ പറ്റുന്നില്ല, എൻ്റെ ലൈഫിൽ എന്താണ് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. ആൾക്ക് ഒരു പിടുത്തവും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു കാണാൻ പറ്റുന്നത്. സോ ഭയങ്കര മെൻ്റൽ കോൺഫ്ലിക്റ്റാണ്. അതായത് ആൾ കരിയറിലും ശ്രദ്ധിക്കുന്നുണ്ട്, ആൾ ഫിനാൻസിലും ശ്രദ്ധിക്കുന്നുണ്ട്, ആളുടെ ബിസിനസ്സിലും ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുടെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഫാമിലിയും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആൾ എല്ലാം കൊണ്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ, അല്ലെങ്കിൽ ആൾക്ക് മുന്നോട്ട് എന്ത് എന്നറിഞ്ഞൂടാതെ ഒരു ഡൗൺഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ആൾക്കൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ പോലും ആൾ അതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആൾക്ക് ഒരുപാട് നെഗറ്റീവ്സും സിറ്റുവേഷൻസ് ഡാർക്കായിട്ടും വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്താ പറയുക, ഒരാളുമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഇനി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അവിടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സക്സസ് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകളും സിറ്റുവേഷൻസും ഈ വ്യക്തിയുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസും ഈ വ്യക്തിയുടെ കുടുംബജീവിതം മുന്നത്തുള്ള പാസ്റ്റും ഈ വ്യക്തിനെ വല്ലാണ്ട് ട്രാൻസ്ഫർമേഷൻ ആക്കി. സോ ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കുറച്ച് മനസ്സമാധാനം കിട്ടുന്ന ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില മാനിപ്പുലേഷൻസ് അതായത് ചില മാനിപ്പുലേഷൻസ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, പല ആൾക്കാർക്കും ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിനെ സംബന്ധിച്ച് വലിയ ദൈവവിശ്വാസമോ, അല്ലെങ്കിൽ എന്താ പറയുക, വലിയ ഒന്നിനോടും ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ ഒന്നിനോടും ഒരു കഴിവില്ലാത്തൊരു അങ്ങനല്ല, ഒരു ഞാനിപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്, നമുക്കൊരു ഇതില്ലേ, അതായത് എങ്ങനെയാണ് പറയുന്നത്, ഒരു ഉള്ളിൽ നിന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇല്ലാത്ത ആളെന്ന് പറയൂലേ, അങ്ങനത്തെ മനസ്സാക്ഷി എന്നോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം, അതില്ലാത്ത ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ആൾ കൂടുതലും ആളുടെ ഫൗണ്ടേഷനിലാണ് നോക്കുന്ന, ആളുടെ സ്വാർത്ഥ താല്പര്യം, അതായത് റൂട്ട് ചക്ര കാണാൻ പറ്റുന്നുണ്ട്. സോ ആളുടെ വിജയം, ആളുടെ സക്സസ്, ആളുടെ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് കുശുമ്പ് കാണിക്കുക, കള്ളത്തരം പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സക്സസ് അങ്ങനെ നേടിയിട്ടുള്ളതായിട്ടും ആ വ്യക്തിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. മുന്നേ ഉള്ള പാസ്റ്റാണ് ഞാൻ പറയുന്നത്. സോ ഈ ഒരു സമയം കുറച്ചധികം പ്രശ്നങ്ങളും സിറ്റുവേഷൻസ് ഞാൻ കണക്ക് പറഞ്ഞില്ല, ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻ, അതായത് പുറമേ ഏതോ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടാണ് ഇത്തരം ഇഷ്യൂസ് ഉണ്ടായത്. കാർമിക്കാണ്, രണ്ടുപേരുടെ ലൈഫിലും കാർമിക്കായിട്ട് ചില ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സെയിം ലൂപ്പ് തന്നെയാണ് റിട്ടേൺ നടക്കുന്നത്. അപ്പം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്ക് എങ്ങനെയെങ്കിലും ആളുടെ ലൈഫ് ഒന്ന് കളർഫുള്ളാക്കി എടുത്തേ പറ്റത്തുള്ളൂ. ആൾ ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ആൾക്ക് എന്തെങ്കിലും ഒരു തുരുമ്പ് അല്ലെങ്കിൽ തുമ്പ് കിട്ടുന്നതായിട്ട് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് ആൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ ഒരുപാട് കടങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നു. ഈ സമയം എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് കുറച്ചധികം പൈസ ചിലവാക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ചധികം പൈസ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നത്. മേ ബി പുതിയൊരു തുടക്കം
ത്തിനായിരിക്കണം, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്നതായിരിക്കാം, പുതിയ കാർ വാങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിനെ തുടർന്ന് ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും കുറച്ചധികം ഫിനാൻസ് പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ലൈഫിൽ ഇനി ഇഷ്ടംപോലെ ഫണ്ട് വരാനും കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൊടുത്തതൊക്കെ തിരിച്ച് വരാൻ കിടക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഫിനാൻഷ്യലി കുറച്ചധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതിൻ്റെയൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിനെ സംബന്ധിച്ച് ആൾക്ക് ഭയങ്കര വാശിയും അതുപോലെ തന്നെ എന്താ പറയുക, ചില കാര്യങ്ങൾ നേടണം, ലൈഫിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേടണം എന്നൊക്കെയുള്ള വാശിയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഈസ് എ കോമഡി പീസ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ ആ വ്യക്തി എന്ത് സീരിയസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാലും അതൊരു കോമഡി ആയിട്ട് ഫ്യൂച്ചറിൽ മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ എന്താ പറയുക, അല്ലെങ്കിൽ അതൊരു ഒരു ഡൗൺ ആയിട്ട് താഴോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി എന്താണോ ആ വ്യക്തിയുടെ ലൈഫിൽ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ടും എനർജറ്റിക്കൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുള്ളി ആ വ്യക്തി വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ സെറ്റ് ആവും, അല്ലെങ്കിൽ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ടും സക്സസ് ഉണ്ടാക്കും, റിലേഷൻ ഇപ്പോൾ എടുത്ത് മറിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. പക്ഷേ സോ അതൊന്നും ആൾ വിചാരിക്കുന്ന കണക്കല്ല ആളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുള്ളവർ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ദൃഷ്ടിദോഷം, ഒരുപാട് കണ്ണേർ കമ്പയർ ദൃഷ്ടിദോഷം കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ഈ പരിപാടി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ആളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ആൾക്കുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൾ നിൽക്കുന്ന ഏത് ലൂപ്പാണോ ആ ലൂപ്പ് ആളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആളുടെ ഉള്ളിൽ കിടക്കുന്നത് നെഗറ്റീവായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾ എങ്ങനെയാണോ പെരുമാറുന്നത്, ആൾ ഒരുപാട് ട്രാൻസ്ഫർമേഷൻ ആവുന്നുണ്ട്. അതായത് പണ്ട് കണ്ട ഒരു ആളെ അല്ല ഈ വ്യക്തി എന്ന് പറയുന്നത്, ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നല്ല മാറ്റവും ചില ആൾക്കാരെ സംബന്ധിച്ച് ചീത്ത മാറ്റവും ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഈ ഫ്രണ്ട്സ്, ഫാമിലി, ഡ്രഗ്സ് അങ്ങനെയൊക്കെ അഡിക്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മാറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു എനർജി ഏരിയ ഫുള്ള് കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞില്ലേ, എനർജി മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ കാർഡ്സ് മാറുന്നത്. സോ നമ്മൾ ഓരോ വേരിയൻറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും നമ്മൾ കാർഡ് എങ്ങനെയാണോ മാറുന്നത് അല്ലെങ്കിൽ എനർജി എങ്ങനെയാണോ മാറുന്നത് അതിനനുസരിച്ച് നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് കാർഡ് റീഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് പീപ്പിൾസ് എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച്, ഞാൻ പൈൽ വെക്കാത്തതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, പൈൽ വെച്ചുള്ള റീഡിങ് എന്ന് പറയുന്നത് അത് വേറൊരു രീതിക്ക് പോകും. സോ അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇറ്റ്സ് എ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, കാർമിക്കായിട്ടാണ് കാണാൻ പറ്റുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന വ്യക്തിയാണ്. ഡെസ്റ്റിനി പ്രകാരം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇടണം. ഇത് നിങ്ങളുടെ ഏജ് കുറഞ്ഞ വ്യക്തിയായിരിക്കണം, ഏജ് കുറയാത്ത വ്യക്തിയായിരിക്കണം. ഈ കാറ്റഗറി പെടുന്ന ആൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു കാർമിക്കായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരും വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സിംപിളി മറക്കാൻ പറ്റും. ഈ വ്യക്തി നിങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഈ വ്യക്തി നിങ്ങളുടെ ചങ്കിൻ്റെ ആരോ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഏതൊരു പാട്ടായിട്ട് തോന്നും. ഈ വ്യക്തി നിങ്ങളുടെ ഒരു ഫുൾഫിൽ വിഷസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കാണും. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര അടുപ്പമായിരിക്കും. അതായത് നിങ്ങൾക്കൊരു മദർലി ഫീൽ, ഈ വ്യക്തിനെ നിങ്ങൾക്ക് മറക്കാനേ പറ്റത്തില്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് എടുത്ത് കളയാനേ പറ്റത്തില്ല. ഭയങ്കര മദർലി ഫീൽ നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് കാണുന്ന ഒരു 18 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും ഈ 18 വയസ്സുള്ള ആളിൻ്റെ ലവർ എന്ന് പറയുന്നത് 15 വയസ്സാണെങ്കിൽ പോലും തനിക്കൊരു മദർലി ഫീൽ തോന്നും. സോ അത്രയും ഡീപ്പാണ്. അതായത് ഫെമിനൈൻ എനർജിയുടെ പക്ക പവർ കാണിച്ചു കൊടുക്കുന്ന റിലേഷൻഷിപ്പ്. ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങൾ കാരണമായിരിക്കും. പെണ്ണ് എന്ന വാക്കിന് വാല്യൂ ആ വ്യക്തി കൊടുക്കാൻ തുടങ്ങിയത് ആ ഒരു വ്യക്തിനെ കണ്ടതിന് ശേഷമായിരിക്കും. സിംപ്ലിഫൈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ട്. അടിപൊളി പ്രണയം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നു. പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പാഷനേറ്റ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ണിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ക്യാരക്ടർ മാറ്റം, ആ വ്യക്തിയുടെ ക്യാരക്ടർ, ഈ വ്യക്തി എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു റിലേഷൻ വന്നിട്ടുണ്ട്, ആ റിലേഷൻഷിപ്പ് എന്തൊക്കെ ആ വ്യക്തിയുടെ ലൈഫിൽ മാറ്റം വരുത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ക്യാരക്ടർ, 2 ചിന്താഗതി, 3 സ്വഭാവം, 4 എന്ന് പറയുന്നത് ആ വ്യക്തി മറ്റുള്ളവരെ കാണുന്ന രീതി, 5 എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ, 6 എന്ന് പറയുന്നത് തെറ്റ്, അതായത് ടോട്ടലി ചേഞ്ചായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത്, ടോട്ടലി ചേഞ്ചായ ഒരു സിറ്റുവേഷൻസ്. അതായത് ഈ വ്യക്തി, ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നേ വ്യക്തിനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കണം, ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു എന്ന് ചോദിച്ചു നോക്കണം. ഒരിക്കലും അവർ പറയത്തില്ല ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് അവിടെ ടോട്ടലി മാറിയത് അവരുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് മാറിക്കാണും. അതായത് നിങ്ങളുടെ ലൂപ്പിൽ ആയി, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വ്യക്തിയുടെ ലൂപ്പിൽ ആയി എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്.
ഇവിടെ കാണാൻ പറ്റുന്നത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബട്ട് എന്ത് പറയാനാ, വിധി, കർമ്മ, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, അതൊക്കെ ഒരുപാട് നെഗറ്റീവ്സ്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പണ്ട് പെണ്ണിൻ്റെ പ്രാക്ക്, പണ്ട് ചെയ്ത എന്തൊക്കെയോ കർമാസ്, പണ്ട് ചെയ്ത പാസ്റ്റിൽ നിന്നുണ്ടായ എന്തൊക്കെയോ ട്രോമാസ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ആയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായ ഇൻസിഡൻ്റ് ആയിരിക്കാം, മുന്നേ ഉണ്ടായ സിറ്റുവേഷൻസ് ആയിരിക്കാം, അമ്മയുടേന്ന് അച്ഛൻ്റെന്ന് കിട്ടിയായിരിക്കാം, വളർത്തു ദോഷമായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസിലായിരിക്കണം ഈ വ്യക്തി ഇങ്ങനെ ആയിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരു കുടുംബജീവിതം, ഫെമിനിൻ എനർജിയാണ്. സോ മസ്കുലാർ എനർജി അല്ല, ഫെമിനിൻ എനർജി ആയിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആൾക്ക് ഭയങ്കര പാഷനുണ്ട്. ഇപ്പം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഇല്ല, മൂവ് ഓൺ സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ പ്രണയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് ഈ വ്യക്തിയുടെ സോളും നിങ്ങളുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഭയങ്കര കണക്ഷൻ എന്ന് പറയുന്നത് വിട്ടുപിരിയാൻ പറ്റാത്ത കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ എവിടെ പോയി എങ്ങനെ ഏത് റീഡറേറ്റടുത്ത് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളത് ഞാൻ പറയും. കാരണം എന്ന് പറയുന്നത് ഇത്രയും ഡീപ്പിലി ഒരു വ്യക്തിനെ പ്രേമിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. ഇറ്റ്സ് എ പാഷനേറ്റ്. ആ വ്യക്തിയുടെ ലൈഫിൽ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ വെച്ച് ഇത് കാണുന്ന വ്യക്തികളാണ്, അതെനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി കാണാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് ടിൻ ഫ്ലെയിം ജേണി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഏജിൻ്റെ പകുതി അല്ലെങ്കിൽ നിങ്ങളുടെ വിധിക്കപ്പെട്ട ടിൻ ഫ്ലെയിമാണ്. അതായത് നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടായ ടിൻ ഫ്ലെയിമിനെക്കാളും ഈ ജന്മം നിങ്ങളവിടെ ചേരണം, എന്നിട്ട് ഈ ജന്മം നിങ്ങളവിടെ ഒരുമിക്കണം എന്നുള്ളത് ഡിവൈൻ്റെ തീരുമാനമാണ്. സോ വ്യക്തമായിട്ടുള്ള ഉറപ്പുണ്ട്, വ്യക്തമായിട്ടുള്ള ഹോപ്പുണ്ട്. ഇവളോ ഇവനോ ആണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് എവിടം വരെയും പോകാൻ പറ്റത്തില്ല, ആൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ലൂപ്പിൻ്റെ ലൂപ്പ്, ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസവും ട്രാൻസ്ഫർമേഷനാണ്. വിധി തീരുമാനിക്കുന്ന അദൃശ്യ ശക്തികൾ അല്ലെങ്കിൽ വിധി തീരുമാനിക്കുന്ന ഡിവൈൻസ് എന്ന് പറയുന്നത് പല ആൾക്കാർ മുഖേന നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ വന്നിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കും. ഇത് ഒരുപാട് കാര്യങ്ങൾ, ഈ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കടമ്പയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് സക്സസ് ആവുന്ന ആൾക്കാർക്ക് മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒരുപാട് ചലഞ്ചസും ഒരുപാട് ഈഗോസും ഒരുപാട് പൊസസീവ്നെസ്സും ഇതൊക്കെ കാണിച്ച് അവസാനം ഇതെല്ലാം രണ്ടുപേരും മനസ്സിലാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് മനസ്സിലാക്കി ഇവരുടെ രണ്ടുപേരെയും ഒരു ടൈം കഴിയുന്ന സമയത്ത് ഇത് ലൂപ്പ് അങ്ങ് എൻഡാവും. ലൂപ്പ് എൻഡാവുന്ന ടൈം എന്നാ, പ്രണയം എൻഡാവും. പിന്നെ ജീവിതമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ കല്യാണം കഴിച്ച് ആദ്യം പ്രണയം, പിന്നെ കല്യാണം കഴിച്ച്, പിന്നെ ഇവർക്ക് പിരിയാൻ പറ്റത്തില്ല. സോ അതൊരു പ്രണയത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത്, പ്രണയം കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട റിലേഷൻ. പ്രണയത്തിൻ്റെ തൊര അല്ലെങ്കിൽ എന്താണ്, കള്ള് കുടിച്ചിട്ട് കള്ളിൻ്റെ ലഹരി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിന്താണ് ചിന്തിക്കുന്നത് കുടിക്കേണ്ട, അങ്ങനത്തെ അതേ സിറ്റുവേഷനാണ്. ആ ലഹരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വേണ്ട, പിന്നെ പ്രണയം വേണ്ട. കാരണം ഓഫ് കോഴ്സ് പ്രണയം പോയി കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും അവരായില്ലേ. ക്യാരക്ടറൈസേഷൻ സെയിം കാണിക്കും. അതൊന്നും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മായ. ഇറ്റ്സ് എ പ്രണയം, ഇറ്റ്സ് എ ലവ് എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജി ആയാലും മസ്കുലർ എനർജി ആയാലും ഇത് രണ്ടും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. സോ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് തീർന്ന് പിന്നെ രണ്ടുപേർക്കും പ്രണയം വേണ്ട. ഒന്ന് സെക്സ് കഴിഞ്ഞാൽ വേണ്ട, ചിലർ സെക്സിന് വേണ്ടിയിട്ടാണ്, സെക്സ് കഴിഞ്ഞാൽ വേണ്ട, രണ്ടെന്ന് പറഞ്ഞാൽ പ്രണയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട, അങ്ങനത്തെ സംഭവം. പക്ഷേ ഇത് കഴിഞ്ഞ് പ്രണയം കഴിഞ്ഞ് എൻഡായിട്ട് ഇവരായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കാലത്തേക്കൊന്നും കാണത്തില്ല. ഇത് കഴിഞ്ഞ് ഡിവൈനൊരു സാധനം കൊടുക്കും. അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഇവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത രീതിക്കുള്ള എനർജീസാണ് ദൈവം കൊടുക്കുന്നത്. സോ ഓരോ ദിവസത്തെയും പ്രവൃത്തികളും ഓരോ ദിവസത്തെ സിറ്റുവേഷൻസും ഓരോ ദിവസത്തെ കർമ്മങ്ങളും എല്ലാം ഡിവൈൻ എഴുതി വയ്ക്കും എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കണം. ഓക്കെ, സോ ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർലി ഇവിടെ വരുന്ന സിറ്റുവേഷൻസ് ഇറ്റ്സ് എ കാർമിക്. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി വരണം, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു സ്ഥലത്തോട്ട് പോകണം, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം, ഒരുപാട് റിലേഷൻഷിപ്പിൽ സിറ്റുവേഷൻസ് നിങ്ങൾ അറിയണം, സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യത്തിലോട്ട് നിങ്ങൾ പോകണം. ഇറ്റ്സ് എ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം ക്രിയേറ്റഡ് ആക്കപ്പെട്ട ദിവസങ്ങൾ. നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളും നിങ്ങൾ കാണുന്ന ഓരോ ദേജാവ് എക്സ്പീരിയൻസും വരെ ഇതിലുൾപ്പെട്ട സീനാണ്. സോ ഇത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് മൂൺ സിറ്റുവേഷനാണ്. മൂൺ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൂൺ സിറ്റുവേഷൻ വന്നിട്ട് പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് പിരിയാൻ പറ്റുന്നില്ല? ആൾക്കും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തൊന്നുമില്ല. സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര് വന്നാലും പോകാൻ പറ്റത്തില്ല, ലൈഫിൽ നിൽക്കേണ്ടി വരും. സോ എന്തെങ്കിലും ഒരു ദിവസം ലൈഫിൽ വരെയും വേണം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ 10 വർഷമായിട്ട് റിലേഷൻഷിപ്പ് എൻ്റയർ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഡിവൈൻ തീരുമാനിക്കുകയാണ് ഇവിടെ വരണം എന്നുള്ളത്. തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരണം. ഇപ്പം നിങ്ങൾ 10 വർഷമായിട്ട് റിലേഷൻഷിപ്പ്
ആണ്. പണ്ടൊരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പണ്ട് നിങ്ങളെ ഒരുപാട് അനുഭവിപ്പിച്ചു, നിങ്ങൾ റിലേഷനിൽ കയറി ഒരുപാട് അനുഭവിപ്പിച്ചു. ആ വ്യക്തി വേറൊരു വ്യക്തിനെ കെട്ടി, അവർ രണ്ടുപേരും തമ്മിൽ റിലേഷനിലായി, അവർക്ക് ഒരുപാട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു. അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും നിങ്ങൾ അനുഭവിച്ചതിൻ്റെ സെയിം സിറ്റുവേഷൻ അവരും അനുഭവിക്കേണ്ടി വരും. സോ വിഷയം മാറിപ്പോണം. ഓക്കെ, ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരാളെക്കുറിച്ച് ഞാൻ പറയണമെന്ന് ചിന്തിച്ചിങ്ങനെ വരുന്ന സമയത്ത് എനിക്കിതൊക്കെ ഇങ്ങനെ കണക്റ്റഡായി വരും. അപ്പോൾ ഞാനിങ്ങനെ ലൂപ്പ് പിടിച്ചു. സോ അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും ഒരു ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. വന്ന് പെട്ടും പോയി റിലേഷൻഷിപ്പിൽ. ഞാനിനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞും കൂടെ ഇത് വല്ലാത്തൊരു സിറ്റുവേഷനിലുമായി പോയി. ഇവിടെ ഞാനിനി എന്ത് കാണിക്കാൻ, അല്ലെങ്കിൽ ഞാനിനി ഇത് എന്ത് ചെയ്യാനാ എന്നറിഞ്ഞൂടാത്ത സിറ്റുവേഷൻസ്. 2 പേർക്കും നല്ല പ്രണയമുണ്ട്, ബട്ട് 2 പേരും അത് കാണിക്കുന്ന പോലുമില്ല. പേടിയാണ്, കൈവിട്ടു പോകുമെന്നുള്ള പേടിയാണ്. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, എനർജി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചിരിക്കാൻ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു കാറ്റഗറിയാണ്, സെക്കൻഡ് സ്റ്റേജിൽ വേറെ കാറ്റഗറിയാണ്, അടുത്ത സ്റ്റേജിൽ വേറെ കാറ്റഗറിയാണ്. ഈ കാറ്റഗറി എന്ന് പറയുന്നത് പ്രണയം കിട്ടി. അതായത് നമ്മളൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മളൊരു സാധനത്തിന് വേണ്ടി ഓടുന്ന സമയത്ത് നമുക്കതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഒരു പെണ്ണിനെ വേണം, അല്ലെങ്കിൽ ആണിനെ നമുക്ക് വേണമെന്നൊന്നും തോന്നുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ സാധനം കൊണ്ട് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വാല്യൂവും കാര്യങ്ങളൊന്നും വേണ്ട. എന്തോന്നാണ്, ഇപ്പോൾ ഒരു കാർ ഓട്ടിക്കാൻ, നമുക്കറിയാം, ഒരു വീട് വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു TV, നമുക്കത് കാണുന്ന വരെ ഷോക്കേസിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്ന വരെ നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അത് വേണ്ട, നമുക്കൊരു വാല്യൂ കാണത്തില്ല അതിന്. സോ നമ്മളെ കയ്യിൽ കിട്ടി നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിട്ടാണ്. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ഫസ്റ്റ് പ്രണയം വന്നിട്ട് ആ വ്യക്തി നമുക്ക് മനസ്സ് തരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബാഡനായിരിക്കും. നമുക്ക് ഭയങ്കര ഒരു 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 വെയിറ്റ് ആയിരിക്കും നെഞ്ചിൽ, അല്ലെങ്കിൽ നെഞ്ചിലൊരു ഭയങ്കര ഒരു കല്ലായിരിക്കും, കല്ലിങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണിത്. കാരണം ആളുടെ മനസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആളുടെ മനസ്സ് നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ മനസ്സിലുപരി നമുക്ക് വേറൊരു മനസ്സും കൂടെ കിട്ടുകയാണ്. അപ്പം ആളുടെ പകുതി ബാധ്യത തന്നു എന്നുള്ളതല്ല, അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇൻഫാച്വേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ള് കണക്ഷൻസും കാര്യങ്ങളും എല്ലാം തോന്നും. പക്ഷേ നമ്മളെടുത്ത് ആ വ്യക്തിക്ക് ഒരു ഡീപ്പായിട്ടൊരു ഇഷ്ടം തോന്നുന്ന സമയത്ത്, നമുക്ക് ആ വ്യക്തി മനസ്സ് തരുന്ന സമയത്ത്, അപ്പം നമുക്ക് പിന്നെ ഒന്നും വേണ്ടാന്ന്, പിന്നെ നമുക്ക് ആ ഒരു കെയറിങ് എന്താ വിളിച്ചാൽ പോകേണ്ടത്, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ആവും. സോ അത് വേറൊന്നും കൊണ്ടില്ല, അത് ആ വ്യക്തി നമുക്ക് ഇപ്പം നമ്മൾ ആ വ്യക്തിക്ക് മനസ്സ് കൊടുക്കുന്ന സമയത്തായാലും നമ്മളുടെ മനസ്സിലൊരു വെയിറ്റ് കാണും. നമുക്കത് കിട്ടി എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും, നമുക്കൊരു മൂഡ് ഓഫൊക്കെ ആവും. കാരണം അതങ്ങനെയാണ്. അതെങ്ങനെ ഞാൻ പറയുന്നത്, അതിൻ്റെയൊക്കെ ഫീല് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഫീലൊന്നുമില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് എന്നെ പറഞ്ഞാൽ, ഓഫ് കോഴ്സ് എല്ലാവർക്കും പ്രണയം, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവികൾക്കും കാര്യങ്ങൾക്കും പ്രണയം ഉള്ള സിറ്റുവേഷൻസാണ്. ഞാൻ പ്രണയത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാൻ ഞാൻ ഒരു പ്രണയവീരനല്ല. സോ നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫിയറാണ്. വേണ്ടായിരുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പൊന്നും ഇപ്പം ചിന്തിക്കുന്ന ആ വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന ആ വ്യക്തി ചിന്തിക്കുന്നത് കരിയറിലൊന്നും നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ കരിയറൊന്നും ഫിനാൻസ് കരിയറൊന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു ബിസിനസ് തുടങ്ങണം, പക്ഷേ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇതെന്താ ചെയ്യാനാ, അല്ലെങ്കിൽ മാരേജ് ഒന്നും ചെയ്യേണ്ടിയിരുന്നു, വേണ്ടായിരുന്നു, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനാണ്. എന്തിനാണ് ചുമ്മാ ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് കർമ്മ കിട്ടുമോ, കർമ്മ അടിക്കുമോ എന്നൊക്കെയുള്ള വേദനയുണ്ട്. വിഷമിപ്പിക്കാനും വേണ്ട, പേടിയാവുന്ന ആൾ ജെന്യുവിനാണ്. ഈ ഒരു കാറ്റഗറി പക്ക ജെന്യുവിനാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, സീരിയസ്ലി നിങ്ങൾക്ക് വ്യക്തിനെ ട്രസ്റ്റ് ചെയ്യാം, ചില ആൾക്കാരെ സംബന്ധിച്ച്. അപ്പം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാപ്പഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഞാൻ പെട്ടുപോയോ, അല്ലെങ്കിൽ ഇതെൻ്റെ തലയിലാവോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് എൻ്റെ കരിയറിൽ എൻ്റെ ഫിനാൻസൊക്കെ ഭയങ്കരമായിട്ട് ലോ ആവും, നീ വെട്ടി വന്നതിന് ശേഷം ഫിനാൻസൊക്കെ ഭയങ്കരമായിട്ട് ലോ ആവുന്നു. എന്തുകൊണ്ടായിരിക്കും എൻ്റെ എനർജി എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ്? ഈ വ്യക്തി എനിക്ക് നല്ലതാണോ? കൂട്ടുകാരന്മാർ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല, ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ലതല്ല, നെഗറ്റീവാണ്. ചില ആൾക്കാർ അവൾ തന്നെ പറയുന്നുണ്ട്, അവൻ തന്നെ പറയുന്നത് ടിൻ ഫ്ലെയിം ആണെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്.
സോ ഇതാണോ അല്ലേ, മനസ്സിലൊരു ഭാരവും കിട്ടുന്നുണ്ട്, ഇവളിത് എന്തൊക്കെ അല്ലെങ്കിൽ ഇവനിത് എന്താ കണ്ടിട്ട് ഇൻഫ്ലെയിം സോൾമേറ്റ് ഇതൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്, മറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും കൂടെ മനസ്സിലാകുന്നു, പക്ഷേ എന്തൊരു കണക്ഷൻസ് ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. സോ ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻസ് ഒക്കെ ആവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ട് വ്യക്തി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ആ വ്യക്തി നിങ്ങളെ കൂടുതലും ആ വ്യക്തിയുടെ ലൈഫിൽ വെളിച്ചം കാണിക്കാൻ വന്ന വ്യക്തിയാണ് നിങ്ങൾ, മനസ്സിലാകുന്നുണ്ട്. ആ വ്യക്തിനെ ലൈഫ് പഠിപ്പിക്കാൻ വന്ന വ്യക്തിയാണ് നിങ്ങൾ. ആ വ്യക്തി ഒരു ഭയങ്കര ഡൗൺ ഫെയിലർ സിറ്റുവേഷൻ നിന്ന സമയത്തായിരിക്കും നിങ്ങൾ ആ വ്യക്തിനെ പരിചയപ്പെടുന്നതും നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തി വരുന്നതും. സോ ആ വ്യക്തി ഇപ്പോൾ സോൾട്യൂഡ് സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തോട്ടൊക്കെ പോകാൻ, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ചിന്തിക്കുന്നുണ്ട്. ചില ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ട് ഞാനിവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് പറയണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ നെഗറ്റീവ് ആയിരുന്നു, സെക്കൻഡ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന സാധനം വെച്ചില്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കിവിടെ കിട്ടുന്ന എനർജി, എനിക്കിവിടെ കിട്ടുന്ന ഇൻറ്റ്യൂഷൻ ഗിഫ്റ്റ്, എനിക്കിവിടെ ഡിവൈൻ തരുന്ന സാധനങ്ങൾ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇത് കഴിഞ്ഞ് എനിക്ക് എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മ കാണത്തില്ല. സോ നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവേണ്ട സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ആളുടെ ഒരു പുതിയൊരു തുടക്കം വേണം, ആൾക്ക് ഈ സിറ്റുവേഷൻ മാത്രം പോയാൽ പോരാ, ആളുടെ കരിയർ നോക്കണം. ഞാൻ ഇൻഡിവിജ്വലാണ്, എൻ്റെ കാര്യം മാത്രം നോക്കി പോകണം, 0 to 1 തുടങ്ങണം. ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളാണ് നിൽക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ റിലേഷനിലല്ല, നിങ്ങൾ തമ്മിൽ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ള ആഗ്രഹം എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഫ്രണ്ടിൽ ഒരുപാട് തടസ്സങ്ങളാണ് നിൽക്കുന്നത്. ഒരു തടസ്സം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ആ തടസ്സം മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് സക്സസ്സും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരും ഒരുപാട് സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഏജൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഏജിൻ്റെ ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രാ മെരിറ്റിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ആൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. പ്യുവർ മൻ, അൾട്ടിമേറ്റ് ജെം. ഓക്കെ, അപ്പം അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റുന്ന ആളെ സംബന്ധിച്ച്. സോ ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ച് ആൾ ഭയങ്കര പാഷനേറ്റാണ്. നിങ്ങളെ സ്നേഹിക്കുന്നത് ചുമ്മാ ആലകുലത്തെ സ്നേഹമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, 3 സ്റ്റെപ്പ് അവിടെ നിന്ന് കഴിഞ്ഞാവുന്ന 1, 2, 3 കാറ്റഗറി ഞാൻ എടുത്ത് നിങ്ങൾക്കത് ആ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് വന്നൊരു കാറ്റഗറി, ആ ലൂപ്പ് എനർജി മാറി. സെക്കൻഡ് ലൂപ്പ് ആ ഒരു എനർജി മാറി. തേർഡ് ലൂപ്പ് അടുത്ത എനർജി കയറി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ലൂപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പവറും. ഞാനല്ല ചെയ്യുന്നത്, എന്നെ ഡിവൈനാക്കി നിർത്തി, അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇതാക്കി നിർത്തി ഡിവൈനായിട്ട് എനിക്ക് തന്ന് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് നമ്പർ 1 ആയിട്ട് കാണിക്കുന്നത്. ആൾക്ക് പാഷനേറ്റാണ്, സോൾമേറ്റ് കണക്ഷനാണ്, ആൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളെടുത്തോട്ട് ആൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തിക്ക് എന്തെല്ലാമോ ആയിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇറ്റ്സ് എ ജെനുവിൻ. പിന്നെ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ സ്നേഹം കിട്ടുന്ന സമയത്ത് ചില ആൾക്കാരെ സംബന്ധിച്ച്, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം നിങ്ങളെ കുറ്റം പറയുന്നതുകൊണ്ട് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളുടെ ലൂപ്പിലാണ്. നിങ്ങളൊക്കെ ചിന്തയ്ക്ക് തെറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളതായിട്ട് ചില ആളുകളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ടൊരു കുടുംബജീവിതം വേണം, കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ലായിരിക്കണം. ഇത് നിങ്ങളുടെ തേടേക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഇൻറ്റ്യൂഷൻസ് അറിയാം. അങ്ങനത്തെയുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്, ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നൊരു വ്യക്തി എന്ന് പറയുന്നത്, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഉണ്ടായിരിക്കും, ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഇല്ലായിരിക്കും. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് മൂവ് ഓൺ സിറ്റുവേഷനാണ്. ത്രോട്ട് ചക്ര, സംസാരം ഭയങ്കരമായിട്ട് ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണാം. എനിക്കിവിടെ ഭയങ്കര എനർജി കിട്ടുന്നത് മറ്റേ എനർജി കിട്ടുന്നുണ്ട്, അതായത് ഒരു ആത്മാവിൻ്റെയൊക്കെ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. സോ മൂവ് ഓൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തികളായിരിക്കണം. അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. സോ കാറ്റഗറി മാറുന്തോറും പക്ഷേ വ്യക്തമായിട്ടുള്ള ഹോപ്പുണ്ട്, നിങ്ങളെ കൂടെ ആളുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അങ്ങനത്തെ ഉള്ള കാറ്റഗറി ഉള്ളതായിട്ടാണ് കാണണം. ആൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോവേണ്ടി വന്നതായിട്ടുള്ളതായിരിക്കും ആൾ പോകുന്നത്. സോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് പോയിണ്ടെന്ന്, പെട്ടെന്ന് ആളുടെ പർപ്പസ് ഉണ്ടായിരുന്നു. സോ ആളുടെ പർപ്പസ് തേടി പോയി എന്നുള്ളതായിട്ട് കാണും. പക്ഷേ വ്യക്തമായിട്ടുള്ള ഹോപ്പ് നിങ്ങളുടെ കൂടെ ആ വ്യക്തി ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആൾ എന്തും ചെയ്തു തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇത് കാണുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പ് മാത്രം എടുത്താൽ പോരാ, ഇവിടെ നിന്നും ലൈഫിൽ നിന്നും പോയ ആൾക്കാരുണ്ട്. അത്രത്തോളം പ്രണയിച്ചിട്ട് ആ പ്രണയം നഷ്ടമാകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഓഫ് കോഴ്സ് ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾ പ്രണയിച്ചിരുന്നു. എനിക്കിവിടെ കിട്ടുന്നൊരു കാർഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിന്നും ഈ വ്യക്തി ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഇല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ ഈ വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ വാല്യൂ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, എനിക്കിവിടെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല.
മരണപ്പെട്ടു പോയി അങ്ങനെ പോയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ വ്യക്തി നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ആ ഒരു എനർജി ഇവിടെ കിട്ടിയിരുന്നു. അപ്പം ഓക്കെ, യെസ്, ഓഫ് കോഴ്സ് സ്പിരിച്വൽ സ്ട്രെങ്ത്ത്, ഞാൻ ഇതിന് മേളിൽ എങ്ങനെയാണ് പറഞ്ഞത്, സ്പിരിച്വൽ സ്ട്രെങ്ത്ത് നിങ്ങളുടെ ബേക്കിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോബ്ലം വരാതെ സംരക്ഷിക്കുന്നത് ആ ഒരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഒരുപാട് എനർജി ഇങ്ങനെ മാറി കയറി പോയതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.